വയ്ക്കാൻ പോകുന്ന കാഴ്ചയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ മാവ് കാട്ടിനുള്ളിലേക്ക് കയറി. ഇനി മാങ്ങ വരയ്ക്കാം. മാങ്ങ വരയ്ക്കാൻ പ്രോത്സാഹിപ്പിച്ച് ലാസ്റ്റ് ആ മാങ്ങ എൻ്റെ തലയിലാണ് ഗൈസ് വീണത്. ഇനി നമുക്ക് മേലെ നിന്ന് മാങ്ങ വരയ്ക്കാം. അതിനുവേണ്ടി കയറുന്നത് കണ്ടില്ലേ? നമുക്കുള്ളത് കിട്ടി. ഇനി അവിടെ നിന്നിരിക്കാം. ഓ, കവറൊക്കെ എടുത്തിട്ടാണ് അവൾ വന്നത്. ഇനി ഇങ്ങനെ അരച്ചിട്ട് വേണം അതിന്റെ ചെന പോക്കാൻ. കണ്ടില്ലേ ഉറുമ്പിന്റെ കൂട്? ആ, ഇനി എന്റെ സർക്കസിലാണൊക്കെയാണ് ഗൈസ്. കണ്ടില്ലേ? ഇങ്ങനെയാണ് മാങ്ങ വരയ്ക്കേണ്ടത്. ആ, പെറുക്കിക്കോളൂ ഓടി പിറക്കുന്ന കണ്ടില്ലേ? നമുക്കിത് കഴിച്ചിട്ട് ഇവിടുന്ന് പിറക്കുന്ന കാഴ്ചകൾ നോക്കാം. അതാ ചെറുതവിടുന്ന് കഷ്ടപ്പെടുന്ന ഒരാൾ അതിന്റെ മേലെയുണ്ട് ഗൈസ്. എനിക്ക് തിന്നാൻ പോണോ? എന്തെന്നാ ഇത്? ഓ, ചവക്കുന്നത് നോക്കൂ. ഈ നമ്മളെ ലക്ഷ്യം ആ മാവാണ്. ഇനി അങ്ങോട്ടേക്ക്. കണ്ടില്ലേ? പപ്പായ മാങ്ങയാണേ. ഞാനിവിടുന്ന് പറിക്കുന്നു, കൊളയുന്നു, തിന്നുന്നു. നമ്മളിവിടെ മാങ്ങുന്നും ഒരളവിലെ ഇതാ ശിവേട്ടൻ കാണിക്കുകയാണ് ഗൈസ്. ഓ, നാദം നോക്കൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മളെ കിട്ടിയ മാങ്ങ കണ്ടോ? ഒരു സഞ്ചി നിറയെ. അടുത്ത ലക്ഷ്യം വാട്ടർ ടാങ്കിലേക്ക് പോവുകയാണ്. ഇതാ അതിൻ്റെ ലേടിപ്പടിയാണത്. ചെറുതിനെ കയറാൻ പറ്റാത്ത വിഷമത്തിൽ അവിടെ നിന്ന് കരയുന്നു. അത് തുറക്കാൻ നോക്കിയപ്പോ കണ്ടില്ലേ ഗൈസ്, അതിനുള്ള വെള്ളം. അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി അവളെ പ്രോത്സാഹിക്കുകയാണ്. പക്ഷേ അവൾ ഒരു തരത്തിൽ വീഴുന്നില്ല ഗൈസ്. അത് കടന്നു കൊള്ളാൻ വേണ്ടി ഞാൻ മാക്സിമം അവളെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഒരു തരത്തിലും അവൾ അത് വീണില്ല. അതാ ഇനി ലാസ്റ്റ് നമുക്ക് ഏണി വഴി ഇറങ്ങാം. അതാ ഇതാണ് വാട്ടർ ടാങ്കിന്റെ കാഴ്ചകൾ. കണ്ടോ? ഇനി നമുക്ക് ആത്തിച്ചക്ക പറിക്കാം. ആ, പറിച്ചോളൂ, ഞാൻ പിടിച്ചോളും. പറിച്ചോളൂ. പറിച്ച് പിടിച്ച് ഗൈസ്. ഇതാണ് നമ്മുടെ ആത്തിച്ചക്ക. അപ്പൊ ശരി.